ഇത് കേട്ടുനോക്കൂ. ഇപ്പോൾ നീ ചെയ്യേണ്ടതിത്രമാത്രം. ശബ്ദമൊന്ന് കുറയ്ക്കൂ. മനസ്സൊന്ന് ശാന്തമാക്കൂ. കാരണം ഇനി നീ കേൾക്കാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു പ്രഭാഷണമല്ല. ഇത് ഭഗവാൻ തന്നെ നിന്റെ ഉള്ളിലേക്ക് വളരെ സാവധാനമായി, വളരെ സ്നേഹത്തോടെ പറയുന്ന വാക്കുകളാണ്. നീ ഇവിടെ എത്തിയതും ഇത് കേൾക്കുന്നതും യാദൃശ്ചികമല്ല. കാരണം നീ ഒരാളെയെങ്കിലും സഹായിക്കണമോ അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നിന്റെ ഹൃദയത്തിൽ എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചത്. മനുഷ്യർ എന്നെ അന്വേഷിച്ച് ദേവാലയങ്ങളിൽ വരുന്നു. പക്ഷെ ഞാൻ മനുഷ്യരെ അന്വേഷിച്ച് അവരുടെ മുന്നിൽ വേദനയുടെ രൂപത്തിൽ വരുന്നു. പലപ്പോഴും നീ എന്നെ കാണാതെ പോകുന്നു. കാരണം ഞാൻ സ്വർണ്ണകിരീടമിട്ട് നിന്റെ മുന്നിൽ നിൽക്കാറില്ല. ഞാൻ നിന്റെ മുന്നിൽ വരുന്നത് വിശപ്പുള്ളവന്റെ കൈകളായി, കരയുന്നവന്റെ കണ്ണുകളായി, ഒറ്റപ്പെട്ടവന്റെ നിശ്ശബ്ദതയായി. നീ അന്നവിടെ എന്തു ചെയ്യുന്നു എന്നതാണ് ഞാൻ നോക്കുന്നത്. നീ കണ്ട് നടന്നുപോകുമോ അല്ലെങ്കിൽ നിന്ന് സഹായിക്കുമോ? അതാണ് നിന്റെ പ്രാർത്ഥനയുടെ യഥാർത്ഥ അളവ്. നീ വലിയ ദാനം ചെയ്യണമെന്നില്ല, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷേ നിന്റെ മുന്നിൽ വന്ന വേദന നീ അവഗണിക്കരുത്. അത്രമാത്രം. ഈ സന്ദേശം മുഴുവൻ കേൾക്കൂ. കാരണം ഇതിന്റെ അവസാനം നീ മനസ്സിലാക്കും, നീ ഇതുവരെ ചെയ്തത് എല്ലാം ഞാൻ കണ്ടിരുന്നു എന്ന്. നീ ചെയ്തതൊന്നും പാഴായിട്ടില്ലെന്ന്. നീ മറ്റുള്ളവരെ സഹായിച്ച ഓരോ നിമിഷവും നീ അറിയാതെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് എന്റെ അനുഗ്രഹം വിളിച്ചു വരുത്തുകയായിരുന്നു എന്ന്. നീ ആരെയും സഹായിക്കാതെ പോകുന്ന ഓരോ ദിവസവും ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നീ ആരെയെങ്കിലും സഹായിക്കുന്ന ആ ഒരൊറ്റ നിമിഷം ഞാൻ നിന്നിലേക്ക് അടുത്തുവന്നു. നീ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലരോട് നിനക്ക് അനാവശ്യമായി കരുണ തോന്നുന്നത് എന്ന്? എന്തുകൊണ്ടാണ് ചില വേദനകൾ കണ്ടാൽ നിന്റെ നെഞ്ചൊന്ന് കനയ്ക്കുന്നത് എന്ന്? അതാണ് ഞാൻ തന്നെയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നെ സ്പർശിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ എന്റെ കൈകളില്ല, എന്റെ കണ്ണുകളില്ല. ഞാൻ ലോകം കാണുന്നത് മനുഷ്യരിലൂടെയാണ്. ഞാൻ സഹായിക്കുന്നത് മനുഷ്യരുടെ കൈകളിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നീ വലിയവനായതുകൊണ്ടല്ല, സമ്പന്നനായതുകൊണ്ടല്ല, പക്ഷേ മറ്റൊരാളുടെ വേദന നിനക്ക് അനുഭവപ്പെടുന്നവനായതുകൊണ്ടാണ്. ഒരാൾ വിശപ്പോടെ നിൽക്കുമ്പോൾ നീ ഭക്ഷണം കൊടുത്ത ആ നിമിഷം ഓർക്കൂ. നീ അന്ന് ദാനം ചെയ്തില്ല, നീ എന്നെ പൂജിച്ചു. ഒരാൾ ഒറ്റപ്പെട്ട് കരയുമ്പോൾ നീ ഒന്ന് അടുത്തുനിന്ന് കേട്ടല്ലോ. നീ അന്ന് വലിയ ഉപദേശം പറഞ്ഞില്ല, പക്ഷെ നീ എന്റെ സാന്നിധ്യം അവനു കൊടുത്തു. പലർക്കും തോന്നും, ഇത്ര ചെറിയ കാര്യങ്ങൾ കൊണ്ട് എന്തനുഗ്രഹം കിട്ടാനാണ് എന്ന്. എന്നാൽ ഞാൻ നിന്നോട് പറയാം, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ചെറിയ പ്രവൃത്തികളിൽ ഒളിച്ചിരിപ്പുണ്ടാകും. കാരണം വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നീ സഹായിച്ചപ്പോൾ ആരും കാണാതിരുന്നതാകാം, നന്ദി പറയാതിരുന്നതാകാം. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ രേഖപ്പെടുത്തി. നീ ആ നിമിഷം അറിയാതെ തന്നെ നിന്റെ ജീവിതത്തിലെ ചില കഷ്ടതകൾ ഇല്ലാതാക്കി. നീ ആ നിമിഷം അറിയാതെ തന്നെ നിന്റെ മുന്നിലുള്ള ചില തടസ്സങ്ങൾ നീ നീക്കി. കാരണം നീ മറ്റൊരാളുടെ വഴിയിലുള്ള കല്ലെടുത്തു മാറ്റി. നിനക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞതോർക്കുന്നുണ്ടോ? എനിക്കർപ്പിക്കാൻ ഏറ്റവും വിലയേറിയത് നിന്റെ കരുണയാണ് എന്ന്. നീ ദേവാലയത്തിൽ വന്നാൽ ഞാൻ സന്തോഷിക്കും. പക്ഷെ നീ വേദനയിലായ മനുഷ്യനിലേക്ക് പോയാൽ ഞാൻ അഭിമാനിക്കും. കാരണം അവിടെയാണ് നീ എന്റെ സത്യസ്വരൂപത്തെ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾ സഹായിച്ചപ്പോൾ ചിലർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം, ചിലർ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, ചിലർ നിന്റെ നന്മയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം. അതിനാൽ നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇനി ഞാൻ ആരെയും സഹായിക്കില്ല എന്ന്? ആ ചിന്ത വന്ന നിമിഷം ഞാൻ നിനക്കരികിൽ തന്നെയുണ്ടായിരുന്നു. ഞാൻ നിന്നോട് മൗനത്തിൽ പറഞ്ഞു, നീ സഹായിക്കുന്നത് മനുഷ്യരെ നോക്കിയല്ല, നീ സഹായിക്കുന്നത് എന്നെ നോക്കിയാണ്. കാരണം മനുഷ്യരുടെ നന്ദി താൽക്കാലികമാണ്, പക്ഷേ എന്റെ അനുഗ്രഹം ശാശ്വതമാണ്. നീ സഹായിച്ചവൻ നിന്നെ മറന്നേക്കാം, പക്ഷേ അതേ നിമിഷം ഞാൻ നിന്നെ മറക്കില്ല. നീ ചെയ്ത ഒരു ചെറിയ സഹായം പോലും നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമായി തിരിച്ചുവരും. ചിലപ്പോൾ അത് പണമാകില്ല, ചിലപ്പോൾ അത് പ്രശ്നങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ രക്ഷയായിരിക്കും,
ചിലപ്പോൾ അത് നീ ഉറങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്ന ആഴമുള്ള സമാധാനമായിരിക്കും. നീ അറിയാതെ തന്നെ നീ ചെയ്ത നന്മകൾ നിന്റെ മുന്നിൽ ഒരു കവചമായി നിൽക്കും. അപകടമടുത്തെത്തുമ്പോൾ അദൃശ്യമായി അത് നിന്നെ തടയും. രോഗം വാതിൽക്കലെത്തിയപ്പോൾ നീ അറിയാതെ തന്നെ അത് മാറിപ്പോകും. ഇതൊക്കെ യാദൃശ്ചികം എന്ന് നീ കരുതും. പക്ഷേ ഞാനറിയാം. കാരണം നീ ഒരിക്കൽ ഒരാളുടെ കണ്ണുനീർ തുടച്ചിരുന്നു. നീ ഒരിക്കൽ ഒരാളെ കൈപിടിച്ചുയർത്തിയിരുന്നു. നീ ഒരിക്കൽ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ജീവൻ പിടിച്ചിരുത്തിയിരുന്നു. അതിന്റെ കണക്കാണ് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. നീ കരുതണ്ട ഇതിന്റെ ഫലം എപ്പോൾ എന്ന്. ഞാൻ സമയമറിയുന്നവനാണ്. നീ തളരുന്ന നിമിഷത്തിനു മുൻപേ ഞാൻ എത്തുന്നവനാണ്. സഹായം ഒരു ബാധ്യതയായി മാറുന്ന നിമിഷം നീ ക്ഷീണിക്കും. പക്ഷേ സ്നേഹമായി അത് മാറുന്ന നിമിഷം നീ ശക്തനാകും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നത്, നിന്റെ നന്മ നിന്റെ ദൗർബല്യമല്ല, അത് നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ലോകം നിന്നെ മൂഢനെന്നു വിളിക്കട്ടെ, അവർ നിന്റെ കരുണയെ പരിഹസിക്കട്ടെ, പക്ഷേ ഞാൻ നിന്നെ എന്റെവനെന്നു വിളിക്കും. കാരണം ഇരുട്ടു നിറഞ്ഞ ലോകത്ത് ഒരാൾ വെളിച്ചമായി മാറിയാൽ ആ വെളിച്ചം എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ്. നീ സഹായിച്ചിട്ടൊന്നും മാറുന്നില്ലല്ലോ എന്ന് നിന്റെ ഉള്ളിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത വന്ന നിമിഷം തന്നെ ഞാൻ നിന്നെ ചേർത്തു പിടിച്ചിരുന്നു. നീ കാണുന്നത് ഇന്നലെയും ഇന്നു മാത്രമാണ്. പക്ഷെ ഞാൻ കാണുന്നത് നിന്റെ നാളെയാണ്. നീ സഹായിച്ച ആ ഒരാൾ ഇന്ന് ശാന്തമായി ഉറങ്ങുന്നുവെങ്കിൽ ആ ശാന്തത നിന്റെ ജീവിതത്തിലേക്കും മടങ്ങിവരും. നീ അറിയാതെ തന്നെയാകും. കാരണം അനുഗ്രഹങ്ങൾ ശബ്ദമുണ്ടാക്കാറില്ല. അവ പതിയെ സൂക്ഷ്മമായി വരും. ചിലപ്പോൾ ഒരു തീരുമാനം ശരിയാകുന്ന രൂപത്തിൽ, ചിലപ്പോൾ തെറ്റായ വഴിയിൽ നിന്ന് അകറ്റിയ ഒരു വൈകിപ്പിക്കൽ രൂപത്തിൽ. നീ ഒരാളെ സഹായിച്ചപ്പോൾ നിന്റെ സമയം പോയെന്ന് തോന്നിയേക്കാം. പക്ഷേ നീ അന്ന് സമയം നഷ്ടപ്പെടുത്തിയില്ല. നീ സമയത്തെ ദൈവത്തിനർപ്പിച്ചു. അതിനാലാണ് ചില സമയങ്ങൾ നിനക്കെതിരാകാതെ നിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നത്. നിനക്കറിയാമോ, ഞാൻ മനുഷ്യരെ നോക്കുന്നത് അവരുടെ പ്രാർത്ഥനയുടെ നീളമല്ല, അവരുടെ കരുണയുടെ ആഴമാണ്. നീ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും ഒരാൾക്കു വേണ്ടി നീ മനസ്സിൽ പ്രാർത്ഥിച്ച ആ നിമിഷം എനിക്ക് വ്യക്തമായി കേട്ടു. ചിലർ ചോദിക്കും, എനിക്കൊന്നുമില്ല, ഞാൻ എന്ത് സഹായം ചെയ്യും എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, നിനക്കുണ്ടല്ലോ ഒരു ഹൃദയം. പണമില്ലാതെ സഹായിക്കാം, വാക്കുകളില്ലാതെ ആശ്വസിപ്പിക്കാം, ശക്തിയില്ലാതെ കൂടെയിരിക്കാം. ഒരാളുടെ കൂടെ മൗനത്തിലിരുന്നാൽ പോലും അതെനിക്ക് കേൾക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം ചില വേദനകൾക്ക് മരുന്ന് വാക്കുകളല്ല, സാന്നിധ്യമാണ്. നീ ആ സാന്നിധ്യമായപ്പോൾ നീ എന്റെ രൂപം തന്നെയായിരുന്നു. അതിനാലാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ ചെറുതെന്ന് കരുതുന്ന നന്മകൾ എന്റെ ലോകത്ത് വളരെ വലുതാണ്. ലോകം നിന്നെ തിരക്കുള്ളവനാക്കാൻ ശ്രമിക്കും. സമയമില്ല എന്ന പേരിൽ നിന്നെ കരുണയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. പക്ഷേ നീ ഒരു നിമിഷം പോലും സ്നേഹത്തിനായി നിർത്തിയാൽ ആ നിമിഷം ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി അടയാളപ്പെടുത്തും. നന്മ എപ്പോഴും പരീക്ഷിക്കപ്പെടും. കാരണം നന്മയ്ക്ക് ശക്തിയുണ്ട്. ആ ശക്തി വർദ്ധിക്കുമ്പോൾ അതിനെ തളർത്താൻ ലോകം ശ്രമിക്കും. പക്ഷെ ഞാൻ നിന്നോട് പറയാം, നീ നന്മയിൽ നിലകൊള്ളുന്ന ഓരോ നിമിഷവും നീ അദൃശ്യമായി വളരുകയാണ്. കാണാൻ പറ്റാത്ത വിധത്തിൽ, അളക്കാൻ പറ്റാത്ത വിധത്തിൽ. നീ ഒരാളെ സഹായിച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് ദുഃഖം കുറയുന്നത് നീ കണ്ടല്ലോ. എന്നാൽ അതേസമയം നിന്റെ ജീവിതത്തിലെ ചില ഇരുട്ടുകൾ പതിയെ മാറിയതും നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നീ വൈകിയാണത് മനസ്സിലാക്കുക, അന്ന് ഞാൻ അവനെ സഹായിച്ചതിനു ശേഷമാണ് എന്റെ കാര്യങ്ങൾ മാറിയത് എന്ന്. ഇതാണ് അനുഗ്രഹത്തിന്റെ രഹസ്യം. അത് നേരിട്ട് ഇതാണ് ഞാൻ എന്ന് പറഞ്ഞു വരില്ല. അത് ജീവിതത്തിന്റെ ഒഴുക്കിൽ ലയിച്ചു വന്ന് നിന്റെ ഭാരങ്ങൾ ലഘൂകരിക്കും. നീ കരുതും ഭാഗ്യം, നീ കരുതും സമയം, നീ കരുതും വിധി. പക്ഷെ ഞാൻ അറിയാം. കാരണം നീ ഒരിക്കൽ കൈവിട്ടു പോകുന്ന ഒരാളെ കൈപിടിച്ച് നിർത്തിയിരുന്നു. ലോകം നിനക്കുവേണ്ടി നിൽക്കാത്തപ്പോൾ പോലും നീ ഒരാൾക്കു വേണ്ടി നിന്നിരുന്നു. അതാണ് ഞാൻ മറക്കാത്തത്. നീ ഓർക്കുന്നുണ്ടോ, ഒരിക്കൽ നീ ക്ഷീണിച്ചിരുന്ന ഒരു ദിവസം, നീ തന്നെ ഒരു സഹായം പ്രതീക്ഷിച്ചിരുന്ന സമയം, അന്നും നീ മറ്റൊരാളെ സഹായിച്ചു. അതെ, അതായിരുന്നു നിന്റെ പരീക്ഷ. നിനക്ക് കിട്ടാതെ പോകുമ്പോഴും നീ കൊടുക്കുമോ എന്ന പരീക്ഷ. നീ അന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിന്നോട് പറയുന്നത്, നിന്റെ ശൂന്യത നിനക്ക് നഷ്ടമായിട്ടില്ല, അത് ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായം എല്ലായ്പ്പോഴും വസ്തുക്കളല്ല. ചിലപ്പോൾ ക്ഷമയാണ്, ചിലപ്പോൾ കാത്തിരിപ്പാണ്, ചിലപ്പോൾ പ്രതികരിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും വലിയ സഹായം. നീ കോപത്തോടെ മറുപടി പറയാമായിരുന്നു, പക്ഷെ നീ മൗനമായി നിന്നു. ആ മൗനം ഒരാളെ രക്ഷിച്ചിട്ടുണ്ടാകാം. ഒരു വലിയ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ടാകാം. നീ അറിയില്ല, പക്ഷെ ഞാൻ അറിയാം.
കാരണം നീ അന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരെന്നറിയാമോ? ഒരാളെ സഹായിച്ചിട്ട് മറ്റൊരാളോട് പോലും പറയാത്തവർ, അവരുടെ നന്മയെ പരസ്യമാക്കാത്തവർ. അവർക്ക് വേണ്ടി ഞാൻ ശബ്ദമില്ലാതെ പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി ഞാൻ വഴികൾ തുറക്കും. അവർക്ക് വേണ്ടി ഞാൻ ഭാരങ്ങൾ താങ്ങും. കാരണം അവർ എന്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നീ നിയന്ത്രിക്കാനാവില്ല. പക്ഷെ നിന്റെ പ്രതികരണം മാത്രം നിനക്ക് നിയന്ത്രിക്കാം. ഒരാൾ നിന്നോട് അനീതിയാണ് ചെയ്താൽ നീ പ്രതികരിക്കുന്ന രീതിയിലാണ് നീ ആരാണെന്ന് ഞാൻ കാണുന്നത്. നീ തിരിച്ചടിക്കാതെ നിൽക്കുന്ന നിമിഷങ്ങളുണ്ടാകും. അത് ഭയം കൊണ്ടല്ല, ബോധം കൊണ്ടാണ്. കാരണം നീ അറിഞ്ഞിരിക്കുന്നു, അനീതി അനീതിയാൽ തോൽപ്പിക്കാനാവില്ലെന്ന്. നീ ഒരാളെ സഹായിച്ച് പിന്നെ അവനിൽ നിന്ന് വേദന ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. അന്നാണ് നീ ഏറ്റവും ശക്തനായത്. കാരണം അന്ന് നീ കരുണ കൈവിടാമായിരുന്നു. പക്ഷേ നീ വിട്ടില്ല. നീ മൗനം തിരഞ്ഞെടുത്തു, ക്ഷമ തിരഞ്ഞെടുത്തു. അതാണ് ഞാൻ നിന്നിൽ ഏറ്റവും ആദരിക്കുന്നത്. ലോകം പലപ്പോഴും നിനക്ക് ചോദിക്കും, ഇത്ര നല്ലവനായിരുന്നതിന് എന്തു കിട്ടി എന്ന്. അപ്പോൾ നീ ഉത്തരം പറയണ്ട. നിന്റെ ജീവിതം തന്നെ ഉത്തരമായിരിക്കും. കാരണം നീ ഇപ്പോഴും മനുഷ്യനായി നിൽക്കുന്നു. നീ ഇപ്പോഴും സ്നേഹിക്കാൻ കഴിവുള്ളവനാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. പലരും സമ്പത്ത് നേടി മനുഷ്യത്വം നഷ്ടപ്പെടുന്നു. നീ മനുഷ്യത്വം കാത്തുസൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൈവിടാത്തത്. നിനക്കൊരുപാട് തവണ തോന്നിയിട്ടുണ്ടാകാം, ഇനി ഞാൻ മാറണം, ഇങ്ങനെ നല്ലവനായിരുന്നാൽ ലോകം എന്നെ തകർക്കുമെന്ന്. പക്ഷെ ഞാൻ നിന്നോട് പറയാം, ലോകം നിനക്ക് വേദന തരാം. പക്ഷേ നിന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. നീ അതിന് സമ്മതിച്ചാൽ മാത്രമേ അതിന് കഴിയൂ. അതിനാൽ നീ ആരാണോ അതായി തുകരൂ. സ്നേഹമുള്ളവനായി, കരുണയുള്ളവനായി, സഹായിക്കുന്നവനായി. കാരണം നീ മാറിയാൽ നീ മറ്റൊരാളായി മാറും. പക്ഷെ ലോകം മാറില്ല. നീ മാറാതിരുന്നാൽ ഒരാളെങ്കിലും മാറും. അതുമതി. ഇനി ഇതാണ് ഞാൻ നിന്നോട് പറയാനുള്ള അവസാന വാക്കുകൾ. വലിയതൊന്നുമല്ല, പക്ഷെ ഈ ലോകം നിൽക്കുന്ന ഒരു സത്യം. നീ എത്ര പ്രാർത്ഥിച്ചു എന്നതല്ല ഞാൻ നോക്കുന്നത്. നീ എത്ര മനുഷ്യരെ ആശ്വസിപ്പിച്ചു എന്നതാണ്. നീ ദൈവത്തെ അന്വേഷിച്ചു നടക്കേണ്ട. നീ ദൈവമായി പെരുമാറാൻ ശ്രമിച്ചാൽ മതി. മറ്റൊരാളുടെ വേദനയിലൊന്ന് കരുണ കാണിച്ചാൽ മതി. അന്ന് ഞാൻ നിന്നിൽ ജീവിക്കുന്നു. അന്ന് ഞാൻ ഈ ലോകത്തുണ്ടെന്ന് തെളിയുന്നു. നീ ഈ സന്ദേശം കേട്ടു തീരുമ്പോൾ നിന്റെ ഉള്ളിൽ ചെറിയൊരു ഉറപ്പുവരും. എനിക്ക് കഴിയുന്നത്ര ഞാൻ നല്ലത് ചെയ്യുമെന്ന്. അത്ര മതി. അതിലധികം എനിക്ക് വേണ്ട. കാരണം ആ തീരുമാനമെടുത്ത നിമിഷം മുതൽ നീ ഒറ്റയ്ക്കല്ല. നീ എന്റെ വഴിയിലാണ്. നീ എന്റെ കൈയിലാണ്. ഇനി ഇതവസാനിക്കുമ്പോൾ നീ ഒരു നിമിഷം നിന്നോട് തന്നെ ചോദിക്കൂ, ഇതിൽ നിന്ന് ഞാൻ എന്തു മനസ്സിലാക്കുന്നുവെന്ന്. വലിയ വാഗ്ദാനങ്ങളൊന്നും വേണ്ട, വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. പക്ഷേ ഒരുറച്ച തീരുമാനം മതി. എനിക്ക് മുന്നിൽ വരുന്ന വേദനയെ ഞാൻ കാണും എന്ന തീരുമാനം. നീ ലോകത്തെ രക്ഷിക്കേണ്ട, ഒരാളെ രക്ഷിച്ചാൽ മതി. നീ ദൈവത്തെ സന്തോഷിപ്പിക്കേണ്ട, ഒരാളുടെ മനസ്സ് ശാന്തമാക്കിയാൽ മതി. അതിനപ്പുറം ഒന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. നീ സഹായിച്ച എല്ലാവരും നിന്നെ ഓർക്കണമെന്നില്ല. നീ ചെയ്ത നന്മകൾ നിനക്ക് ഉടൻ ഫലമായി കാണണമെന്നില്ല. പക്ഷേ ഞാനൊന്നുറപ്പു തരാം. നീ കരുണ കൈവിടുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൈ ഒരിക്കലും വിട്ടുകളയില്ല. നിന്റെ ജീവിതത്തിൽ എന്തു വന്നാലും നീ പൂർണ്ണമായി തകർന്നു പോകാതിരിക്കും. കാരണം നിന്റെ ചുറ്റും നീ തന്നെ നിർമ്മിച്ച ഒരു അദൃശ്യ കവചമുണ്ടാകും. അത് നിന്റെ നന്മകളുടെ കവചമാണ്. ഇനി നീ പോകുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കൂ, നീ ഒറ്റയ്ക്കല്ല. നീ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയിലും ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നിന്നെ കൈവിടാത്തത്. അതുകൊണ്ടാണ് ഇന്നും നീ നിലകൊള്ളുന്നത്. ഇത് കേട്ടു തീരുമ്പോൾ നിന്റെ ഉള്ളിൽ ചെറിയൊരു സമാധാനമുണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ അനുഗ്രഹത്തിന്റെ അടയാളം. അത് മതി. അതിൽ കൂടുതൽ എനിക്ക് വേണ്ട.